ഹലോ ഗായ്സ്, വെൽക്കം ടു രമ്യാസ് ഫുഡ് വേൾഡ്. ഇത് ഇന്ന് വേളൂരി എന്ന് പറയുന്ന മീനാണ് കിട്ടിയേക്കണത്. നല്ല കരിമ്പച്ച മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ട് കറിയും വെക്കാം. പിന്നെ നമുക്ക് അച്ചിങ്ങ പയറും കിട്ടിയിട്ടുണ്ട്. അത് ചെമ്മീനിട്ട് നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ഞാനിപ്പോൾ എപ്പോഴും പറയണ പോലെ ഇവിടെ പച്ചക്കറിയിൽ ഇച്ചിരി ചെമ്മീൻ ഇടോട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കഴുകി എടുക്കണം കേട്ടോ. കല്ലുപ്പിട്ട് കഴുകി നല്ല തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. പിന്നെ നമുക്ക് ഒരു ചട്ടി വെച്ച് ഒരു അരമുറി തേങ്ങയും ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കണത്. കുറച്ച് മഞ്ഞളൂട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അധികം മുളക് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് 3 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 കൊച്ചുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണം മാങ്ങയാണ് കേട്ടോ പുളിക്ക് പകരം ചേർത്തേക്കണത്. മാങ്ങയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് തിള വന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗ്യാസ് അടുപ്പ് കത്തിച്ച് മീൻ ചട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് നമുക്ക് തിള വന്നേരം വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ഞാൻ ഒരു 5-6 മുഴുവൻ മുളക് എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി വലുതാണ്, ഒരു 10 ഓളം കുഞ്ഞുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതേ ചതച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അച്ചിങ്ങ താളിക്കാൻ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമേ. ആ സമയത്ത് ഇതേ നമ്മുടെ മീൻ കറിക്കുള്ള അരപ്പ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മാങ്ങ കുറച്ചും കൂടെ വേകാനുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടെ ചെറുതീയിൽ തന്നെ വേവിച്ച് മാങ്ങ ഒന്ന് വെന്ത് വന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ മാങ്ങക്ക് പുളിയില്ല. അപ്പം ഞാനൊരു വലിയ കഷ്ണം കുടംപുളി ഉണ്ടാക്കി നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളിയില്ലെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. മാങ്ങക്ക് വിചാരിച്ചത്ര പുളിയില്ല. അപ്പോൾ പുളി ഉപ്പൊക്കെ നോക്കാം. നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. പുളിയുണ്ട്, കുടംപുളി ഇട്ടതിനപ്പോൾ അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഞാൻ അധികം വേവില്ലാത്ത മീനാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് മതി, മീൻ വെന്ത് കിട്ടിക്കോളും. നല്ല കാൽസ്യവും ഉള്ള മീനാണേ. മീനൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്നൊരു തവി വെച്ചിട്ടൊന്ന് എല്ലാ വശവും ചാറ് വന്ന മൂടിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് തീ ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. തിള വന്ന വരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് പച്ചക്കറി വേപ്പില നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കരുത്, മീൻ വേഗം പൊടിഞ്ഞു പോകും. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 മിനിറ്റുകളിൽ ഈ മീൻ വേകാനായിട്ട് നമുക്ക് ചെറുതീയിൽ ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ഏകദേശം കറി എല്ലായിടത്തും തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ
നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. പാൻ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന വറ്റൽമുളകും കൊച്ചുള്ളിയും 2 നമ്മളുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അച്ചിങ്ങ നല്ല ഗ്യാസാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചെറുതീയിൽ ഇട്ട് നമുക്ക് ഈ വറ്റൽമുളക് കൊണ്ട് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും ഇത് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരിത്തിരി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇപ്പം തന്നെ അതിനകത്ത് നിന്ന് വെള്ളം വരോട്ടെ, ചെമ്മീൻ്റെ വെള്ളം ഉണ്ടാവും. ഞാൻ വേറെ പച്ചക്കറിയിൽ അധികം വെള്ളം ചേർക്കാറില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കുള്ളൂ. ഞാൻ ചെമ്മീന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് അച്ചിങ്ങയും ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലിരുന്ന് വേകട്ടെ. ഇടയ്ക്കൊരു 1 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം അതിനകത്ത് ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് നമ്മുടെ അച്ചിങ്ങ, പച്ചക്കറിക്കൊന്നും അധികം വേവില്ല. ഞാൻ പച്ചക്കറിയിൽ അധികം വെള്ളം വെക്കാറില്ല. ഇത് നമുക്ക് നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ കറിയും നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് വരട്ടിയും കൂട്ടി ഉച്ചയൂണ് കഴിക്കാം. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. പിന്നെ ഇതേ സ്പെഷ്യൽ മമ്മി ഇട്ട് തന്ന നല്ല കടുമാങ്ങ അച്ചാറും കൂട്ടി ഊണ് നല്ലോണം കഴിച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം തരുന്നു. അടുത്ത വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ലവ് യു ഓൾ.